അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, ഇന്നലത്തെ ഈ പറയുന്ന ഹൈക്കോടതി ഉത്തരവ് രണ്ടു പേർക്കെതിരാണ്. ഒന്ന് പ്രതിയായ സിദ്ദിഖിനെതിരാണ്, മറ്റൊന്ന് സർക്കാരിനുമെതിരാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞ കാര്യങ്ങൾ അങ്ങയുടെ മുന്നിലുണ്ടല്ലോ. നിഗൂഢമാണ് സർക്കാരിൻ്റെ മൗനം. ഈ 5 വർഷം ഇതിൻ്റെ മേൽ എന്ത് നടപടിയെടുത്തു എന്ന കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ സൂക്ഷ്മമായ പരിശോധന ഉണ്ടാകുമെന്നും പറഞ്ഞു. അപ്പോൾ ഒരു കാര്യത്തിലും ഒരു കാലതാമസവും ഉണ്ടാകരുത് എന്ന ജാഗ്രത കൂടി സർക്കാർ പാലിക്കേണ്ടതാണ് എന്ന നിർദ്ദേശം കൂടി ഈ വിധിന്യായത്തിൻ്റെ ഉള്ളടക്കമായി സർക്കാർ മനസ്സിലാക്കേണ്ടതാണ്. എന്നിട്ട് സിദ്ദിഖുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ സർക്കാർ ആ ജാഗ്രത പുലർത്തിയോ ഇല്ലയോ? ശ്രീ വേണു, ഈ ഉത്തരവിനകത്ത് സർക്കാർ ഈ കേസുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടുകൾ കോടതി പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയിരിക്കുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ മുകളിൽ തീരുമാനമെടുക്കാതെ വളരെ നിഗൂഢമായ രീതിയിൽ തീരുമാനമെടുക്കാതെ ഒരു അനങ്ങാപ്പാറ നയം കൈക്കൊണ്ടതിനെ കോടതി വിമർശിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ബെയിൽ ആപ്ലിക്കേഷനുമായിട്ട് നാം ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ അതിനെ അതിശക്തമായിട്ട് സർക്കാർ എതിർത്തു. ഒരു ഒഫൻസ് നടന്നു കഴിഞ്ഞാൽ അത് പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ്. അതാണ് സിവിൽ നിയമവും ക്രിമിനൽ നിയമവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ സർക്കാർ ശക്തമായിട്ട് കോടതിയിൽ എതിർത്തതിൻ്റെയും കൂടെ ഫലമായിട്ടാണ് ഇത് ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയിരിക്കുന്നത്. പക്ഷേ താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നിഗൂഢമായ മൗനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. പിന്നെ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയതിന് ശേഷം അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുന്നു. വളരെ ശക്തമായിട്ടുള്ളൊരു ഉത്തരവാണ് താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ, വളരെ വെൽ റീസൺഡ് ആയിട്ടുള്ള ഉത്തരവാണ്. ഒഫൻസിനെ സംബന്ധിച്ച്, അതിൻ്റെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ക്രൂരതയെ സംബന്ധിച്ച് ഒക്കെ നല്ല ഗ്രാഫിക് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ ഒഫൻസിൻ്റെ എല്ലാ കാഠിന്യവും വ്യക്തമാക്കിക്കൊണ്ട് അതിൻ്റെ എല്ലാ വശങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ഓർഡറാണ്. പക്ഷേ അങ്ങനെ ഒരു ഓർഡർ പാസ്സാക്കിയതിന് ശേഷം ശ്രീ സിദ്ദിഖിനെ സുപ്രീം കോടതിയിലേക്ക് പോകുവാൻ അവസരം എന്തുകൊണ്ട് ഒരുക്കി എന്ന് നാം ചോദിക്കുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം സുപ്രീം കോടതി എന്ന് വെച്ചാൽ രാജ്യത്തെ പരമോന്നത കോടതിയാണ്. ഒരു ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് കോർട്ടല്ലേ. ഇദ്ദേഹം സെഷൻസ് കോടതിയെ അപ്രോച്ച് ചെയ്തില്ല. മുകേഷിൻ്റെ കാര്യത്തിൽ പോലെ നേരിട്ട് ഹൈക്കോടതിയിൽ വന്നു. അപ്പം ഫസ്റ്റ് അപ്പീൽ കോർട്ട് എന്നുള്ള നിലയിൽ സുപ്രീം കോടതി അദ്ദേഹത്തിന് സമീപിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു എന്ന് പറയുന്നത് ഒരു പക്ഷേ നാം നിയമവ്യവസ്ഥയോട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്തസ്സത്തയോട് നീതി പുലർത്തുന്നതാവില്ല. സർക്കാരിൻ്റെ ഭാഗത്ത് മെല്ലപ്പോക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയില്ല. കോടതിയിൽ ഇത് കണ്ടസ്റ്റ് ചെയ്തുവെങ്കിൽ തന്നെയും വളരെ ശക്തമായിട്ടുള്ള തെളിവുകൾ ദുർബലമാക്കുവാൻ ശേഷിയുള്ള ഒരു കുറ്റാരോപിതനാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു തൂവൽ സ്പർശം നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. കോടതിയിൽ വിഷയം എത്തുന്നത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അങ്ങനെ ഒരു ഉത്തരവ് പാസ്സാക്കിയതിന് പുറത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലേക്ക് ഒരാൾ പോവുകയാണെങ്കിൽ ലെറ്റ് ഹിം ഗോ. കോടതി അതെങ്ങനെയാണ് പരിഗണിക്കുന്നതെന്നോ അതിൻ്റെ ഔട്ട്കമ്മിനെക്കുറിച്ചോ ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. ഭാഗികമായി താങ്കൾ ചൂണ്ടിക്കാട്ടിയതിനോട് ഞാൻ യോജിക്കുന്നു.